സംവരണം സംബന്ധിച്ച സുപ്രീം കോടതി വിധിയിൽ പ്രതിഷേധിച്ച് വിവിധ ദളിത് ആദിവാസി സംഘടനകൾ ആഹ്വാനം ചെയ്ത കേരള ഹർത്താൽ കോട്ടയത്ത് സമാധാനപരം. വാഹന ഗതാഗതത്തെയോ വ്യാപാര സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെയോ ഹർത്താൽ ബാധിച്ചില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പതിവ് പോലെ പ്രവർത്തിച്ചു. സമരാനുകൂലികൾ കോട്ടയം ഗാന്ധി സ്ക്വയറിൽ നിന്നും തിരുനക്കരയിലെ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് പ്രകടനം നടത്തി. പ്രകടനത്തിന് ശേഷം നടന്ന പ്രതിഷേധ സമ്മേളനം കേരള ചേരമർ സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി IR സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ വയലൻസ് സൊസൈറ്റി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് നെല്ലിക്കുന്നേൽ മുഖ്യപ്രഭാഷണം നടത്തി. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ സംവരണത്തെ തകർക്കാനുള്ള ജുഡീഷ്യറിയുടെ ഇടപെടലാണ് സമീപകാലത്തുണ്ടായ സുപ്രീം കോടതി വിധിയെന്ന് അദ്ദേഹം പറഞ്ഞു. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് സംവരണത്തിൻ്റെ കേവലം 10% മാത്രം ലഭിക്കുമ്പോൾ മുന്നോക്കക്കാരിലെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് അതെത്രയോ ഇരട്ടിയാണ് ലഭിക്കുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ജാതി സെൻസസ് നടപ്പിലാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉടൻ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. CJ തങ്കച്ചൻ, VS ഷാജൻ, രമേശ് അഞ്ചലശ്ശേരി, PV പ്രസന്നൻ തുടങ്ങിയവരും സമരത്തെ അഭിസംബോധന ചെയ്തു. ഇന്ന് സവർണ മേധാവിത്വത്തിൽ ഇന്ന് സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന ആളുകൾ ഈ രാജ്യത്തെ പട്ടികജാതി സമൂഹത്തെ തകർക്കുന്ന സമീപനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇന്ന് നമുക്കൊരു പട്ടികജാതി സമൂഹത്തിൽ കേവലം പട്ടികജാതി പട്ടികവർഗത്തിനാകെ ലഭിക്കുന്നത് 10% മാത്രമാണ്. ഇന്ന് ഇവിടെ SCക്ക് ലഭിക്കുന്നത് നമുക്ക് എത്രയാണെന്നറിയാം? 8%. ഈ 8% 57 സബ് കാസ്റ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര ശതമാനം ഓരോ കാസ്റ്റുകൾക്ക് കിട്ടുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിലാണ് സബ് ക്ലാസിഫിക്കേഷൻ കൊണ്ടുവരണം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇത് നമുക്ക് SC വിഭാഗത്തിൽ 34 സബ് കാസ്റ്റുകൾക്ക് കേവലം 2% മാത്രമാണ് കിട്ടുന്നത്. ഈ 2%-ൽ എത്ര ശതമാനം കൊടുക്കാൻ കഴിയും? ഇവിടെ EWS കൊണ്ടുവന്നില്ലേ? മുന്നോക്കക്കാരിൽ പിന്നോക്കക്കാർക്ക് സംവരണം. ഏത് സെൻസസിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ EWS കൊണ്ടുവന്നിട്ടുള്ളത്? മുന്നോക്കക്കാരിൽ പിന്നോക്കക്കാർക്ക് 10%. അവരുടെ സാമ്പത്തിക പരിധി എന്ന് പറയുന്നത് 8 ലക്ഷം രൂപയാണ്. നഗരപരിധിയിൽ 8 ലക്ഷം രൂപയാണ്. നമുക്കുള്ളത് വെറും 2 ലക്ഷം രൂപയാണ്. ഈ രാജ്യത്തെ പട്ടികജാതിക്കാർക്ക് 2 ലക്ഷം, മുന്നോക്കക്കാരിലെ ഇത് പിന്നോക്കക്കാരെന്ന് പറയുന്ന ആളുകൾക്ക് 8 ലക്ഷം. നഗരപരിധിയിൽ 50 സെന്റാണ് അവരുടെ മാനദണ്ഡം. ഇവിടെ നമുക്കിത് വലിയ ഇരട്ടത്താപ്പാണ്. ഇത്തരത്തിലുള്ള നിലപാടുകൾ ഇന്ന് നമുക്കറിയാം. ഈ രാജ്യത്തെ ജുഡീഷ്യറിയും അതോടൊപ്പം തന്നെ ലെജിസ്ലേച്ചറും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതൃത്വവും ഇന്ന് ഒന്നടങ്കം ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഇതിനെതിരെ പോരാടുവാൻ ഈ രാജ്യത്തെ പട്ടികജാതി സമൂഹം ഉണർന്ന് പ്രവർത്തിക്കേണ്ട കാലം വിദൂരമല്ല.